ചാനൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ നമ്മൾ ലൈവ് ചെയ്യുന്നത്. അപ്പോൾ അതിന് ഏറ്റവും വലിയ പ്രത്യേകത നമ്മൾ മന്ത്ലി എല്ലാ മാസവും ഒരു ഓഫർ നമ്മൾ കസ്റ്റമേഴ്സിന് മുമ്പ് എത്തിക്കാറുണ്ട്. പക്ഷേ ഈ മാസം വളരെ പ്രത്യേകത മേക്കിംഗ് ചാർജ് ചലഞ്ച് എന്ന രീതിയിലാണ്, അതായത് മന്ത്ലി ഫസ്റ്റ് എന്ന രീതിയിലാണ് നമ്മൾ ഓഫർ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. നമ്മുടെ ഓഫർ നിങ്ങളിലേക്ക് എത്തിക്കപ്പെട്ട ഒരു സാഹചര്യവും ഞാൻ പറയുന്നത് മേക്കിംഗ് കോസ്റ്റ് ചലഞ്ചാണ്. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കുറച്ച് മോഡൽസ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ നോർമലി പർച്ചേസ് ചെയ്യുന്ന മോഡലാണ്. അപ്പോൾ അത് കുറച്ച് കളക്ഷൻസ്, ട്രഡീഷണൽ കളക്ഷൻസ്, ഹുവൈ ഡിസൈൻസ്, അങ്ങനെ സിംഗപ്പൂർ കളക്ഷൻസ് എല്ലാം നിങ്ങൾ കേട്ടുപറ്റുള്ള പേരുകളാണ്. ഞാൻ മോഡൽസ് നേരിട്ട് പരിചയപ്പെടുത്താം. ഈ ഒരു വീഡിയോ ചെയ്യാൻ ഒരു സാഹചര്യവും എന്തിനാണ് ആ വീഡിയോ ചെയ്യുന്നത് കാര്യങ്ങളൊക്കെ ഞാൻ വേഗം പറയും. അതിൽ മോഡൽ നോക്കിയോ, നൈറ്റിക്ക് ടർക്കിഷ് മോഡൽ, ഹുവൈ ഡിസൈൻസ് ഒക്കെ ഇതൊക്കെ വ്യത്യസ്ത കളക്ഷൻസ് വരുന്നതാണ്. ഫ്രണ്ട്സ്, ഞാൻ ആദ്യം ഒരു 25 പവൻ്റെ ഒരു ടെമ്പിൾ സെറ്റ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. നിങ്ങൾക്ക് അറിയാം, നോർമലി എല്ലാം ഇപ്പോൾ ഏറ്റവും പുതുമയാർന്ന ഒരു ലേറ്റസ്റ്റ് കളക്ഷൻ ടെമ്പിൾ കളക്ഷൻ. നമ്മളൊരു സെറ്റ് യൂസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് മാനം ടെമ്പിൾ കളക്ഷൻ വരും, അല്ലെങ്കിൽ മിഡിൽ ഒരു ടെമ്പിൾ കളക്ഷൻ വരും, അല്ലെങ്കിൽ ലാസ്റ്റ് ഒരു ടെമ്പിൾ കളക്ഷൻ വരും. അത് നിങ്ങൾക്കറിയാം, ഇപ്പോഴത്തെ ഔട്ട് ഓഫ് ട്രെൻഡ് ആവാതെ നമുക്ക് എപ്പോഴും നിലനിൽക്കുന്ന ഒരു ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കളക്ഷനാണ് ടെമ്പിൾ കളക്ഷൻസ്. അതിനകത്ത് കാശ്മീർ വരുന്നുണ്ട്, അതിൽ ചെട്ടിനാട് കളക്ഷൻസ് വരുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മളൊരു 25 പവൻ്റെ ഒരു സെറ്റാണ്. ഇനി ഇതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ കുറച്ച് ഡിഫറെൻറ്റ് വെറൈറ്റീസും ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടും, ഡിഫറെൻറ്റ് കളക്ഷനൊന്നും പരിചയപ്പെടുത്താം. എന്നിട്ട് നമുക്ക് ലാസ്റ്റ് ഞാൻ പറഞ്ഞ ആ ഒരു മേക്കിംഗ് ചാർജ് വ്യത്യസ്തതയിലേക്ക് നമുക്ക് വരാം. ഒന്ന് സെക്കൻഡ് വൺ, സെയിം സെക്ഷനിൽ വരുന്ന ഏകദേശം ഒരു 30 പോയിന്റ് വരുന്ന ആ ടെമ്പിൾ കളക്ഷൻ തന്നെ അതിന്റെ മറ്റൊരു സെറ്റാണ്. അതിനകത്ത് മുല്ലമുട് നമ്മൾ ആഡ് ചെയ്തിട്ട് മുല്ലമുട് സെറ്റ് ഉണ്ട്. പിന്നെ ഫസ്റ്റ് വൺ നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഹുവൈ ഡിസൈൻസ് ഉണ്ട്. പിന്നെ തേർഡ് വൺ ചെട്ടിനാട് കളക്ഷൻസ്, അതിലെ ഗ്രാൻഡ് ഫൈനൽ പീസ് കൂടെ വരുന്നുണ്ട് അതിനകത്ത്. ഇതിന്റെ കൂടെ തന്നെ ഇതിന്റെ ടെമ്പിൾ പോലെ തന്നെ നമുക്ക് ഇപ്പോൾ ട്രെൻഡ് കളക്ഷൻസ് വരുന്ന ടർക്കിഷ് മോഡൽ, അതായത് ഹുവൈ. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ആന്റിക്ക് പോലെ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു സ്പെഷ്യൽ കളക്ഷൻസ് ആണ് ഹുവൈ ഡിസൈൻ, അല്ലെങ്കിൽ നമുക്ക് സിംഗപ്പൂർ കളക്ഷൻസ് പറയാനായിട്ട് പറ്റും. ഞാൻ അതിൻ്റെ കുറച്ച് കളക്ഷൻസ് ഒരുപാട് സെലക്ഷൻ ഉണ്ട്, എല്ലാം നമുക്ക് സമയപരിമിതി ഉണ്ട്. അപ്പോൾ എല്ലാ മോഡൽസും ഞാൻ അതിലേക്ക് ഇറങ്ങി ചെല്ലുന്നില്ല. ജസ്റ്റ് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്ന മോഡലാണ്. അതിൻ്റെ ഒരു ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ തന്നെ ഞാൻ കുറച്ച് പീസും കാണിച്ചു. കളക്ഷൻസ് ആണ് നമ്മൾ പറഞ്ഞ ആ ടർക്കിഷ് മോഡൽ. ഏറ്റവും ഡിഫറെൻ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്ന ഒരു നല്ലൊരു എക്സിബിഷൻ കളക്ഷനാണ്. നമ്മളൊരു ഫംഗ്ഷനൊക്കെ പോകുമ്പോഴത്തേക്കും നമ്മൾ നോർമലി ഗോൾഡ് യൂസ് ചെയ്ത് കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വ്യത്യസ്തമായിട്ട് ഫീൽ ചെയ്യുന്ന ഒരു വർക്കാണ് ഇതിൽ സ്റ്റോൺസ് എന്ന് വരുന്നില്ല. ഏറ്റവും ഡിഫറെൻ്റ് ആയിട്ട് അതിനകത്ത് വരുന്ന ഒരു ക്രിസ്റ്റൽ ഫിനിഷിംഗ് ആണ്. നമ്മൾ സാധാരണ കാണും ക്രിസ്റ്റലിൻ്റെ പ്രത്യേകത എന്താ പറയുക, ക്രിസ്റ്റലിൽ ഒരു പീസൊക്കെ എടുക്കുമ്പോൾ വീണ്ടും നോക്കാനായിട്ട് തോന്നും. കാരണം അതിൻ്റെ ആ ഒരു കട്ടിങ്ങിൻ്റെയാണ് നമ്മൾ ആകർഷിക്കുന്നത് തോന്നുന്നത്. അതേപോലെ തന്നെയാണ് ടർക്കിഷ് മോഡൽ ഏറ്റവും വലിയ പ്രത്യേകത, സ്റ്റോൺസ് വരില്ല, അതിൽ ക്രിസ്റ്റൽ കട്ടിങ് ആണ് അതിനകത്ത് മേക്ക് ചെയ്ത് വരുന്നത്. അത് ടോട്ടലി ഹാൻഡ് മെയ്ഡിലുള്ള നല്ലൊരു ഡിസൈൻ ആണ്. ഇപ്പോഴത്തെ ട്രെൻഡി കളക്ഷൻസ് ആണ്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഏറ്റവും ലൈറ്റ് വെയിറ്റ് നമുക്ക് അവൈലബിൾ ആണ്. സാധാരണ ഒരു കൽക്കട്ട ബംഗാളിക്ക് നോക്കുമ്പോൾ നല്ലൊരു നെക്ലേസ് പീസ് നമുക്ക് സ്റ്റാർട്ടിങ് വരുന്നത് ഏകദേശം 2.5-3 പവൻ അടുപ്പിച്ച് വരുന്നുണ്ട്. പക്ഷെ ടർക്കിഷ് നോക്കുമ്പോൾ ഏകദേശം 1.5 പവൻ തൊട്ട് അല്ലെങ്കിൽ 1.25 പവൻ തൊട്ട് നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടുന്ന ടർക്കിഷ് ഡിസൈൻസ് വരുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ കോസ്റ്റ് നിങ്ങൾക്കറിയാം, സാധാരണ നോർമൽ എല്ലാ ബ്രാൻഡഡ് ഷോറൂമുകളിലും നമുക്ക് അതിൻ്റെ കോസ്റ്റ് എന്ന് പറയുമ്പോൾ 23, 22, 25 അങ്ങനെ അതിന് മേലിലോട്ടാണ് വരുന്നത്. ഞാൻ അതിലേക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. അപ്പോൾ അത് ടർക്കിഷ് മോഡൽ. ഇത് നമുക്ക് എല്ലാ സെലക്ഷൻ ഉണ്ട്. അതിലിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ലെയർ വരുന്നുണ്ട്. ഇത് ടർക്കിഷിൻ്റെ ലെയർ മാലയാണ്. ഇതിൽ നമുക്ക് ജസ്റ്റ് ലൈറ്റ് വെയിറ്റ് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഒരു 3 പവനുണ്ട് ടർക്കിഷ് മാലയ്ക്ക്. ഇനി ഇതിൻ്റെ തന്നെ നമുക്ക് 10 പവനുണ്ട്, 15 പവൻ. ഗ്രാൻഡ്, അത്രയും നല്ല ഗ്രാൻഡ് ആയിട്ടും അത് നമുക്ക് അവൈലബിൾ ആണ്. എല്ലാ സെലക്ഷനും വരും. ലൈറ്റ് വെയിറ്റ് ആയിട്ട് യൂസ് ചെയ്യാനാണെങ്കിലും, കല്യാണത്തിന് നമുക്ക് ലാസ്റ്റ് മാലായിട്ട് യൂസ് ചെയ്യാനാണെങ്കിലും, ഇതിൽ യൂസ് ചെയ്യാനാണെങ്കിലും നല്ലൊരു പ്രഷ്യസ് തിങ് തന്നെയാണത്. കാരണം നമുക്ക് ഫംഗ്ഷൻ കഴിഞ്ഞ് ഉപയോഗിക്കാം. എവിടെയെങ്കിലും ഒക്കേഷൻ വെയർ കഴിഞ്ഞിട്ട് ഒരു സിമ്പിൾ ഫംഗ്ഷനൊക്കെ പോകുമ്പോഴാണെങ്കിലും നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു നല്ലൊരു സെലക്ഷൻ തന്നെയാണ് ടർക്കിഷ് മോഡൽ വരുന്നത്. ഇപ്പോഴും ടെമ്പിൾ കളക്ഷൻ പോലെ തന്നെ അതിനോടൊപ്പം നിൽക്കുന്ന ഒരു കളക്ഷനാണ് നമുക്ക് ടർക്കിഷ്. അതേപോലെ മെയിൻ ഇമ്പോർട്ടൻറ്റ് തിങ് ആണ് നമുക്ക് വരുന്ന സിംഗപ്പൂർ കളക്ഷൻസ് എന്ന് പറയുമ്പോഴത്തേക്ക്. അതിൽ ഈ പറഞ്ഞ പോലെ ഇതൊക്കെ നല്ല സെലക്ഷനാണ്. അതിൽ നമുക്ക് വൈറ്റ് ഗോൾഡ് ഫിനിഷിംഗ് വരുന്നുണ്ട്, അതിൽ നമുക്ക് റോഡിയം പോളിഷിംഗ് വരുന്നുണ്ട്. വൈറ്റ് ഗോൾഡ് വിത്ത് റോഡിയം വൈറ്റ് ഗോൾഡ് ഒന്ന് തന്നെയാണ്. അതിൽ കോപ്പർ ഫിനിഷിംഗ്, റോസ് ഗോൾഡ് ഫിനിഷിംഗ് വരുന്നു, യെല്ലോ ഫിനിഷിംഗ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് 3 ഫിനിഷിംഗിൽ സിംഗപ്പൂർ കളക്ഷൻസ് നോർമലി അവൈലബിൾ ആണ്. അതായത് റോഡിയം പോളിഷിംഗ് വരും, കോപ്പർ ഫിനിഷിംഗ്, അത് കോപ്പർ ഫിനിഷിംഗ് ഉദ്ദേശിക്കുന്നത് റോസ് ഗോൾഡാണ് ഉദ്ദേശിക്കുന്നത്, അതിന് ധരിക്കരുത്. വിത്ത് ഗോൾഡ് ഫിനിഷിംഗ് വരാറുണ്ട്. ഇതൊക്കെ നല്ലൊരു സെലക്ഷനാണ്. ഇതെല്ലാം നമുക്കൊരു സെക്കൻഡ് മാലയായിട്ടൊക്കെ നല്ല ഭംഗിയായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന കളക്ഷനാണ്. ആ ഫംഗ്ഷൻ കഴിഞ്ഞ് ഉപയോഗിക്കാം. അതേപോലെ ലെയർമാല വരുന്നുണ്ട്. ലെയർമാല അറിയാം, നമുക്ക് ട്രെൻഡാണ് ലെയർമാല. ഒരുപാട് കളക്ഷൻസ് വരുന്നുണ്ട്.
നോർമലി വരുന്ന ഒരു 3 പവനൊക്കെയാണ് ലെയർ മാല സ്റ്റാർട്ടിങ് വരുന്നത്. പക്ഷെ നമുക്കൊരു ലൈറ്റ് വെയിറ്റ് എന്ന രീതിയിൽ വരുന്നുണ്ട്. ഒരു 2-2.25 പവന് ലെയർ മാലയ്ക്ക് നല്ല അവൈലബിൾ ആണ്. നല്ലൊരു കല്യാണ ഫംഗ്ഷൻ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലും വരുന്നുണ്ട്. അതിൽ തന്നെ നല്ല സിമ്പിൾ, നല്ല ഫ്ലവർ നല്ല സിമ്പിൾ കളക്ഷൻസ്, നല്ലൊരു കല്യാണ ഫംഗ്ഷൻ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലും വരുന്നുണ്ട്. അതിൽ തന്നെ നല്ല സിമ്പിൾ, നല്ല ഫ്ലവർ നല്ല സിമ്പിൾ കളക്ഷൻസ് വരുന്നുണ്ട്. ഈ ഒരു സെലക്ഷനൊക്കെ അതിൽ തന്നെ നല്ല ഭംഗിയായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കളക്ഷനാണ് ഈ ഒരു സെലക്ഷൻ വരുന്നത്. വെയിറ്റ് ഏറ്റവും ലൈറ്റ് വെയിറ്റ്, നമുക്ക് പറഞ്ഞ വിശ്വസിക്കില്ല 2.5 പവനൊക്കെ ഉള്ളൂ മാലയ്ക്ക്. ഏകദേശം നല്ലൊരു 4-5 ലെയർ വരുന്നുണ്ട്. പ്ലസ് ഡബിൾ ഫ്ലവർ വരുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 3 ഫിനിഷിംഗ് ആയിട്ട് വരുന്ന ഒരു നെക്ലേസ് ആണ്. അത് നമുക്ക് സൂക്ഷിച്ച് നോക്കി അറിയാൻ പറ്റും. അതിനകത്ത് തന്നെ ഫസ്റ്റ് ഒരു റോസ് ഗോൾഡിന്റെ ഒരു ലെയറാണ് വരുന്നത്. സെക്കൻഡ് 2 ലെയർ ഗോൾഡ് ലെയർ വരുന്നുണ്ട്. ഫോർത്ത് റോഡിയം പോളിഷ് വരുന്നുണ്ട്. ഫൈനലി ടോട്ടലി കവർ ചെയ്യുന്ന രീതിയിൽ നല്ലൊരു റോസ് ഗോൾഡ് ഫിനിഷിംഗ് വരുന്നുണ്ട്. അതിന് 2.5 പവൻ അതിന്റെ വെയിറ്റ്. നമുക്കിതിൽ 2.5 5 ഉണ്ട്, 7 ഉണ്ട്, 10 ഉണ്ട്, 12 പവൻ വരെ ഇന്ന് നമുക്ക് അവൈലബിൾ ആണ് ഇതിന്റെ കളക്ഷൻ. അപ്പോൾ ഇതൊക്കെയാണ് ഗോൾഡിൽ വരുന്ന ഏറ്റവും ഹൈ ബ്രാൻഡഡ് ഓർണമെന്റ്സ് എന്ന് പറയുന്നത്. ഒന്ന് ആന്റിക് സെക്ഷൻ. ആന്റിക് ഞാൻ ഇട്ടിട്ടില്ല, ആന്റിക്. അപ്പോൾ നമുക്ക് എന്തായാലും ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഒരു ലാസ്റ്റ് നമുക്ക് ആന്റിക് ഒരു കളക്ഷൻ കൂടെ ഉണ്ട്. ആന്റിക് കളക്ഷൻ പറയാതെ വിട്ടുപോയിരിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൂടെ ഞാൻ മുമ്പ് അത് പരിചയപ്പെടുത്തുകയാണ്. ആന്റിക് സെക്ഷൻ അറിയാം, നമ്മൾ ടെമ്പിൾ കളക്ഷൻ എത്ര ഇമ്പോർട്ടൻ്റ് ആണോ ഒരു ബ്രൈഡിന്, അതേപോലെ ടർക്കിഷ് സിംഗപ്പൂർ എത്ര ഇമ്പോർട്ടൻ്റ് ആണോ അതേപോലെ ഇമ്പോർട്ടൻറ്റ് കളക്ഷനാണ് ആന്റിക് സെക്ഷൻ വരുന്നത്. അത് നമുക്ക് നല്ലൊരു മുദ്ര എന്ന് പറഞ്ഞ നല്ലൊരു കളക്ഷൻ വരുന്നുണ്ട്. അതിൽ പാലക്ക് ഡിസൈൻ വരുന്നുണ്ട്. സെൻട്രൽ നല്ലൊരു സെക്കൻഡ് പീസ്, നല്ല വെറൈറ്റിയുള്ള മാലയും വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് സ്റ്റാർട്ടിങ് വരുന്നത് ലൈറ്റ് വെയിറ്റ് ആണ്. ഏകദേശം ഒരു 2-2.5 പോകുന്നുണ്ട്. നമുക്ക് അവൈലബിൾ എല്ലാ സെലക്ഷനും അതിൽ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഇത്രയും കളക്ഷൻസ് ആണ് നമുക്ക് നോർമലി വരുന്നത്. ബ്രാൻഡഡ് കളക്ഷൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇതിൻ്റെ മേക്കിംഗ് കോസ്റ്റ് നിങ്ങൾക്ക് അറിയാം. എല്ലാ ബ്രാൻഡഡ് ഷോറൂമിലും ഒരു 20 തൊട്ട് 20, 23, 25, 30, 35% വരെ വരുന്ന ഒരു ബ്രാൻഡഡ് ഐറ്റംസ് ആണ് ആന്റിക്, ടർക്കിഷ്, സിംഗപ്പൂർ സ്പെഷ്യൽ ടെമ്പിൾ കളക്ഷൻസ് വരുന്നത്. ഇനി ഞാൻ അതിന്റെ മംഗല്യ ഫെസ്റ്റിന്റെ ആ ഓഫറിലേക്ക് വരാം. എന്താണ് മംഗല്യ ഫെസ്റ്റ്? മംഗല്യ ഫെസ്റ്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്, നമുക്ക് എന്താണ് ഉദ്ദേശിക്കുന്നത്, മേക്കിംഗ് കോസ്റ്റ് ചലഞ്ച് എന്ന് പറയുമ്പോൾ എന്താണ്? അത് കൂടുതലും അത് ഞാൻ പറയുന്നതിന്റെ ഏറ്റവും നല്ലത് നമ്മുടെ ASM അടുത്തുണ്ട്. അപ്പോൾ മാഡം പറയും അതിന്റെ മേക്കിംഗ് കോസ്റ്റ്. നമ്മൾ ഈ മംഗല്യ ഫെസ്റ്റിൽ ഇത് നമുക്ക് എത്ര പെർസെന്റേജ് നമുക്ക് ഓരോ കസ്റ്റമേഴ്സും പർച്ചേസ് ചെയ്യാം, അതിന്റെ കോസ്റ്റ് എത്രയാണ് വരുന്നത്, ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നമ്മുടെ ASM മാഡം അടുത്തുകൊണ്ട് മാഡം പറയും. ഇതാണ് നമ്മുടെ അർഫ ഗോൾഡിന്റെ അസിസ്റ്റന്റ് മാനേജർ മേഡം പറയും. മേഡം എങ്ങനെ നമുക്ക് ഇതിന്റെ ഈ മംഗല്യ ഫെസ്റ്റിവൽ നമുക്ക് ആന്റിക്കും ടർക്കിഷ് മോഡൽസ് വേണമെല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ആന്റിക്ക് നമ്മുടെ ടർക്കിഷ് മോഡൽ, സിംഗപ്പൂർ, അതേപോലെ ടെമ്പിൾ കളക്ഷൻസ്. നമ്മൾ ഈ മംഗല്യ ഫെസ്റ്റിവൽ എത്ര പെർസെന്റേജ് നമ്മൾ കസ്റ്റമേഴ്സിൽ കൊടുക്കുന്നത്? നമസ്കാരം, എൻ്റെ പേര് ബിന്ദുശ്രീ. ഇപ്പോൾ മംഗല്യ ഫെസ്റ്റിന് വേണ്ടി മാത്രം നമ്മളിത് 10% മേക്കിംഗ് ചാർജിൽ അദ്ദേഹം പറഞ്ഞതുപോലെ ഉറപ്പായിട്ട് കൊടുക്കും. അപ്പം എല്ലാവരും വരിക, വന്ന് ഷോറൂം നമ്മളെ വിസിറ്റ് ചെയ്ത് നമ്മുടെ കളക്ഷൻസും ഈ മേക്കിംഗ് ചാർജും തരുന്നത് ഉറപ്പുവരുത്തി പർച്ചേസ് ചെയ്യുന്നതാണ്. ഓക്കെ, ശരി. അപ്പം നമുക്ക് ഇവിടെ പറഞ്ഞ 10% പറയും. ഒരിക്കലും നേരിട്ട് കല്യാണം പർച്ചേസ് ചെയ്ത കസ്റ്റമേഴ്സ് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഒരിക്കലും ഒരു ചലഞ്ചായിട്ട് ഞാൻ പറയാം, അത് അവൈലബിൾ ആയിട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവില്ല ഒരിക്കലും. കാരണം ടർക്കിഷ്, സിംഗപ്പൂർ, ആന്റിക് കളക്ഷൻസ്, ടെമ്പിൾ ഇതൊന്നും 10% നിങ്ങളൊരു മാല പർച്ചേസ് ചെയ്തിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ മംഗല്യ ഫെസ്റ്റ് ഞങ്ങൾ നിങ്ങളിലേക്ക് ഒരു ചലഞ്ചായിട്ട് തന്നെ, അതായത് ഇനി കേരളത്തിൽ, ഇന്ത്യയിൽ മേക്കിംഗ് കോസ്റ്റ് ചലഞ്ചായിട്ട് തന്നെ എത്തുകയാണ്. അപ്പോൾ അതിൽ അർഫ ഗോൾഡ് തീർച്ചയായിട്ടും പ്രൊവൈഡ് ചെയ്യുന്ന 10% തന്നെയാണ്. അത് ഞാൻ പറഞ്ഞ പോലെ 20, 22, 25, 30, 35% വരുന്ന ഇത്രയും ബ്രാൻഡ് കളക്ഷൻസ് വരെ 10%-ന് മംഗല്യ ഫെസ്റ്റിവൽ നിങ്ങൾക്ക് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ എല്ലാവരും തീർച്ചയായിട്ടും ഷോപ്പിലേക്ക് വരിക, ജസ്റ്റ് വിസിറ്റ് ചെയ്യുക. ഒരുപാട് കളക്ഷനുകളുണ്ട്, സമയപരിമിതി ഉണ്ട്. അപ്പോൾ ഒരുപാട് വലിച്ചു നീക്കാൻ പറ്റില്ല നമുക്ക്. അപ്പോൾ അത് പരിമിതി ഉണ്ട്. അപ്പോൾ ഒരുപാട് വലിച്ചു നീക്കാൻ പറ്റില്ല നമുക്ക്. അപ്പോൾ അത് ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ഞാൻ ജസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 1-2 മോഡൽസ് മാത്രമേ പരിചയപ്പെടുത്തിയിട്ടുള്ളൂ. കാരണം എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആ മേക്കിംഗ് കോസ്റ്റ് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അത് തീർച്ചയായിട്ടും ഭംഗിയായിട്ട് എത്തിച്ചു എന്ന രീതിക്കാണ് എൻ്റെ വിശ്വാസം. അതിലെന്തെങ്കിലും പോരായ്മ നിങ്ങൾ ക്ഷമിക്കുക. തീർച്ചയായിട്ടും ഷോപ്പ് വിസിറ്റ് ചെയ്യാം. വരാത്ത കസ്റ്റമേഴ്സ് തീർച്ചയായിട്ടും വെൽക്കം ചെയ്ത് ക്ഷണിക്കുന്നു. അപ്പോൾ നമുക്ക് 25 മുതൽ 30 വരെ നമ്മുടെ ഈ മംഗല്യ ഫെസ്റ്റ് ഷോറൂം വെക്കുന്നത് വളരെ പ്രഷ്യസ് ആയിട്ടുള്ള ഫെസ്റ്റിവലാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ലൈവ് നിങ്ങളിലേക്ക് വരാനുള്ള സാഹചര്യം. ഫസ്റ്റ് ടൈമാണ് ഈ ഒരു ക്യാമറയിൽ നിൽക്കുന്നത്, സംസാരിക്കുന്നത്. അപ്പോൾ അതിൻ്റെതായ ചെറിയ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതിലൊന്നും നല്ല ഇമ്പോർട്ടൻ്റ് നമ്മുടെ ഷോപ്പ് നിങ്ങൾ ക്ഷണിക്കുകയാണ്, വന്ന് കണ്ടിട്ട് പോകുക. പർച്ചേസ് ചെയ്യാൻ അത് ഓരോരോ കസ്റ്റമേഴ്സിൻ്റെ താല്പര്യമാണ്. തീർച്ചയായിട്ടും പർച്ചേസ് ചെയ്യണം എൻ്റെ ആഗ്രഹം. തീർച്ചയായിട്ടും ഷോപ്പിലേക്ക് വരിക. ഞങ്ങൾ എല്ലാവരും ഇവിടെ ഉണ്ടാവും. എൻ്റെ പേര് വിനോദ്, ബിന്ദുമേട ഉണ്ടാവും. എല്ലാ മാനേജ്മെൻറ്റും, അപ്പോൾ എല്ലാ തീർച്ചയായിട്ടും നമുക്ക് കസ്റ്റമർ തന്നെയാണ് ഇമ്പോർട്ടൻ്റ്. അപ്പോൾ നമുക്ക് എന്താ പറയുക,
ഹോൾമാർക്ക് ഗോൾഡ് എല്ലാം ഒന്ന് തന്നെയാണ്, അതിലൊന്നും നമുക്ക് വ്യത്യാസമില്ല. ചില കസ്റ്റമർ മാനസികമായിട്ട് തെറ്റിദ്ധാരണ ഉണ്ട്, ഓരോ ബ്രാൻഡിന്റെ പേര് പറഞ്ഞിട്ട് നല്ല ഗോൾഡ് ചീത്ത ഗോൾഡ് അങ്ങനെ ഒരിക്കലും അല്ല. ബേസ് ഹോൾമാർക്ക് ഗോൾഡ് അത് ഗോൾഡ് പ്യൂരിറ്റി ഒന്ന് തന്നെയാണ്. അപ്പോൾ നമ്മൾ എക്സ്ട്രാ കൊടുക്കുന്നത് എന്താണ്, പണിക്കൂലിന് എക്സ്ട്രാ കൊടുക്കുന്നത്. അപ്പോൾ അത് ഒരുപാട് കൊടുത്ത് വഞ്ചിതനാകാതിരിക്കുക, ഷോപ്പിലേക്ക് വരിക, ഷോപ്പ് വിസിറ്റ് ചെയ്യുക, മോഡൽസ് നമുക്ക് നേരിട്ട് കാണുക, അതിൻ്റെ മേക്കിംഗ് കോസ്റ്റ് നേരിട്ട് അറിയാം. അപ്പോൾ അർഫ ഗോൾഡ് എന്ന് പറയുമ്പോൾ ഒരു ആവറേജ് ജസ്റ്റ് പോയി കണക്ക് പറയുകയാണെങ്കിൽ ഒരു 10 കസ്റ്റമർ വരുമ്പോൾ നോർമലി ഒരു 10 കസ്റ്റമർ ഒരു കൂട്ടം നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൽ 4 കസ്റ്റമർ അർഫ ഗോൾഡ് കസ്റ്റമർ ആയിരിക്കും. അതിന് ഉറപ്പായിട്ട് പറയാൻ പറ്റും, അതിൻ്റെ അനുഭവത്തിലൂടെ പറയാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോ വരാനുള്ള സാഹചര്യം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ക്ഷണിക്കുന്നു. ഓക്കെ, ദെൻ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.